ജനാധിപത്യ വിശ്വാസികളെ, ജനാധിപത്യത്തിൻ്റെ നീതിയും അനീതിയും മലപ്പുറത്തെ 3 ജില്ലകളാക്കി +1 പ്രവേശനവും മറ്റു അരക്ഷിതാവസ്ഥയും ഉന്നത പഠന വിദ്യാഭ്യാസ മേഖലയാകുന്ന കോളേജുകളുടെ പരിഗണനയും നൽകി ജില്ലയെ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലപ്പുറത്ത് പ്രധാന രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ ശ്രദ്ധയില്ല എന്നുള്ള സത്യം പാർട്ടി അനുകൂലിക്കുന്നവരും അനുകൂലിക്കാത്തവരും ഓർക്കേണ്ടതാണ് എന്ന് ആദ്യമായി ഉണർത്തുന്നു. ജനാധിപത്യ ഫെഡറൽ റിപ്പബ്ലിക് സംവിധാനത്തിലെ ജനാധിപത്യവും സാമൂഹിക നീതിയും സമൂഹത്തിന് എല്ലാവർക്കും ഒരുപോലെ നീതി നൽകുക, ഉറപ്പുവരുത്തുക, ഇതാണ് അധികാരികളുടെയും ഭരണഘടനയുടെയും ഉത്തരവാദിത്വവും അവരുടെ ലക്ഷ്യവും. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുക, കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. ആ ജനസംഖ്യക്ക് നമുക്ക് ഒരു ഉദാഹരണം ഒന്ന് നോക്കാം. ഇടുക്കി ജില്ലയിൽ 11.08 ലക്ഷം ആണ് ജനസംഖ്യ. വയനാട് ജില്ലയിൽ ഇത് 8.17 ലക്ഷം. പത്തനംതിട്ടയിൽ 11.97 ലക്ഷം. കാസർഗോഡ് 13.07 ലക്ഷം. 4 ജില്ലകളും കൂടെ ഉൾപ്പെടുത്തിയാൽ, ഉദാഹരണത്തിന് ഇടുക്കി, വയനാട്, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകൾ ഉദാഹരണത്തിന് കൊണ്ടുവന്നാൽ 44.29%. മലപ്പുറം എന്ന് പറയുന്ന ഒറ്റ ജില്ലയിൽ തന്നെ 41.12% ജനസംഖ്യയുണ്ട്. എന്ന് പറഞ്ഞാൽ 4 ജില്ലകളുടെ ഏകദേശ സമാന ജനസംഖ്യ ഒറ്റ ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജില്ലയെ 4 വിഭജിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെങ്കിലും 3 ഭാഗമെങ്കിലും ആക്കണം. ഇത് മണ്ഡലത്തിലെ ജനസംഖ്യ കണക്കിലെടുത്തുകൊണ്ട് ആ ജനസംഖ്യയുടെ ആനുപാതികമായി ഓരോ മണ്ഡലങ്ങളെയും വേർതിരിച്ച് 3 ജില്ലകളാക്കി തിരിക്കുക. ഇത് ഒരു അനിവാര്യമായ ഒരു കാര്യമാണ്. ഇതാണ് മലപ്പുറത്തെ മുന്നോട്ട് കൊണ്ടുവരാനും ആ മലപ്പുറത്തിൻ്റെ ഭരണകർത്താക്കൾ നൽകുന്ന നീതി ഉറപ്പുവരുത്താനും സഹായിക്കുന്നത് എന്നുള്ളത് നാം ഓർക്കണം. എന്തിനാണ് അധികാരം എന്നുള്ളത് അധികാരികൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇതേ ജില്ലകളിൽ തന്നെ നമുക്ക് നോക്കാം. ഇടുക്കിക്ക് 155, വയനാടിന് 87, പത്തനംതിട്ടയ്ക്ക് 163, കാസർഗോഡിന് 133 ഹൈസ്കൂളുകളുള്ളപ്പോൾ, മൊത്തം 538 ഹൈസ്കൂളുകളുള്ളപ്പോൾ ആകെ മലപ്പുറത്തിനുള്ളത് 201 ആണ്. 4 ജില്ലകൾക്ക് 538 ഉണ്ടാകുമ്പോൾ ഒരു ജില്ലക്ക് എന്ന് പറഞ്ഞാൽ ജനസംഖ്യാനുപാതികമായി 44.29% കൂടുതൽ ജനസംഖ്യയുള്ള 4 ജില്ലക്കും കൂടെ 538 ഹൈസ്കൂളുകൾ ഉണ്ടാകുമ്പോൾ 41.12% മലപ്പുറം ജില്ലയ്ക്ക് 201 ഹൈസ്കൂളുകളാണുള്ളത്. ഇത് ഒരു 400ൻ്റെ പുറത്തേക്ക് വാക്കണ്ടേ? ഇതേപോലെ സീറ്റുകൾ വർദ്ധിപ്പിക്കണ്ടേ? അതേപോലെ കോളേജുകൾ 4 ജില്ലക്കും കൂടെ 35 കോളേജുകളാണുള്ളത്. ആശുപത്രികളാണെങ്കിൽ 4 ജില്ലക്കും 231 ഉണ്ട്. വില്ലേജ് ഓഫീസ് 312 ഉണ്ട്. ഇതിൽ മലപ്പുറം ജില്ലക്ക് കോളേജ് 4 35 പകരം 22 ഉള്ളൂ. 231 പകരം 126, 312 പകരം 138. ഇതിൽ വില്ലേജ് ഓഫീസുകളും ആശുപത്രികളൊക്കെ മർമ്മപ്രധാനമായി പരിഗണിക്കേണ്ടതും വിഭജനത്തിന് ഏറ്റവും അനുയോജ്യവുമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കണക്കുകളാണ് ഇത്. ഇനി രാഷ്ട്രീയ പാർട്ടി ഉണർന്നില്ലെങ്കിൽ പൊതുജനം ഉണരേണ്ടതുണ്ട് എന്ന് ഈ തരുണത്തിൽ മനസ്സിലാക്കുന്നു.